ഹലോ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി. കോവിഡൊക്കെ ആയതുകൊണ്ട് സ്കൂൾ തുറക്കേണ്ട സമയമായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. ഇനിയിപ്പോൾ എപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതൊന്നും അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ്. മിക്കവാറും നമുക്ക് ജൂലൈയിലേക്ക് കാണാൻ കഴിയുമായിരിക്കും. ഇനി നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയൊരു പുസ്തകവും പുതിയൊരു ലോകവുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പറ്റാവുന്ന സംവിധാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താ എടുക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഞാൻ എടുക്കുന്നത് എന്താണ്, ബയോളജിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തുടങ്ങി വെക്കാം. ഒരുപക്ഷെ ചിലപ്പം 8ലേക്ക് പുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാണ്, നല്ല സ്നേഹത്തോടെ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉറയൊക്കെ നല്ല ഉശിരായിട്ട് എന്ത് ചെയ്യുക, ഒരു ഗുഡ് മോർണിംഗ് എന്നൊന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ എന്ത് ചെയ്യാണ്, പുതിയ ഒരു ചാപ്റ്ററിലേക്ക് 8th സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് പഠിക്കണം ക്രോപ്പ് പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിക്കണം. Then we have to discuss about soil preparation. Then we have to discuss about the sowing, then manure, then fertilizers, then irrigation, then traditional method of irrigation, then modern method of irrigation, then protection against weeds. Almost there are 9 topics are there. So we have to cover these 9 topics in this lesson. Okay, whatever I am going to give you, you have to write it down in your notebook. Okay, and if you have any doubt, you can ask me also. Understand? So this is our topic, crop production and management. Okay, അപ്പോൾ വാട്ട് ഈസ് അഗ്രികൾച്ചർ, എന്താണ് അഗ്രികൾച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഞങ്ങളോട് ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചോദിക്കാം. ഫോർ ദ സസ്റ്റൈനിങ് ഓഫ് every living organisms we depend on what? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, we depend on food അല്ലേ. ഫോർ ദ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നിലനിൽപ്പിന്, എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് we depend on food. What are the food items we commonly use? We have varieties of food items, isn't it? Like milk, rice, wheat, meat, like that. Varieties of food items are there. How does this food items we get? For getting this, somebody should farm, isn't it? For getting these food items, somebody should farm, isn't it? So we are discussing what is agriculture. So we can say, in short, agriculture is cultivation of crop. One of the definition we can say for agriculture, it is the cultivation of crop, or we can say it is rearing of animals. It is rearing of animals. Understand? This is about agriculture. I hope you understand the first topic, that is what is agriculture. It is cultivation of crop or rearing of animals. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു, വാട്ട് ഈസ് അഗ്രികൾച്ചർ എന്ന് മനസ്സിലാക്കി. വി അണ്ടർസ്റ്റുഡ് അബൌട്ട് വാട്ട് ഈസ് അഗ്രികൾച്ചർ. Now we have to understand about how did agriculture evolve. എങ്ങനെയാണ് അഗ്രികൾച്ചർ ഇവോൾവ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് അഗ്രികൾച്ചർ വി ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് യു ഹാവ് ടു കൺസിഡർ അവർ ആൻസസ്റ്റേഴ്സ്. We have to consider about our ancestors. Who is our ancestors? നമ്മുടെ പൂർവികർ അല്ലേ. അപ്പോൾ ഈ ആൻസസ്റ്റേഴ്സിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. അവർ കൃഷി ചെയ്തിട്ടാണോ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എങ്ങനെയാണ് ഹൗ ഡിഡ് അവർ ആൻസസ്റ്റേഴ്സ് ഗെറ്റ് ഫുഡ്? ഡെഫിനറ്റ്ലി ദർ were no agriculture in the ancient period. There were no agriculture in the ancient period. Then how did they get food? Primarily they use hunting. For hunting they use sharp stone. Okay, also they use raw vegetables and fruits. Also they use raw vegetables and fruits for food. Okay, so ancestors in the ancient period, they mainly depend on hunting by using sharp stone as weapon, and also they depend on raw vegetables and fruits. Clear? So we can say that then they gradually attain an idea about agriculture and they started to cultivate different crops. Understand? First of all, initially in the ancient period there were no cultivation, and after some times or long years after, they understood about agriculture and gradually they started to cultivate different crops and make it available in the മാർക്കറ്റ്. അങ്ങനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അഗ്രികൾച്ചറിലേക്ക് എത്തുകയും ഇന്ന് കാണുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് നമുക്ക് കഴിക്കാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതും. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്രോപ്പ്. വാട്ട് ഈസ് ക്രോപ്പ്? ഇറ്റ് ഈസ് എ പ്ലാന്റ് വിച്ച് ഈസ് ഗ്രോൺ ഇൻ എ ലാർജ് സ്കെയിൽ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് കോൾഡ് a crop. What is? It is a plant which is grown in a large scale community. That is called a crop. മനസ്സിലായോ? For example, consider a garden. This is garden A and this is garden B. In this garden there is only one tomato plant, and in garden B there are almost like that 100 tomato plant. In this, which one we can consider as crop? Here it is, we cannot consider as crop. In this only we can consider as crop because there is a large scale. There is a large scale. Here there is large scale because there are 100, but here there is only single. So I think you have an idea about what is crop. What is crop? It is a plant which is grown in a large scale community. അല്ലേ? ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗാർഡനിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ടൊമാറ്റോസ് ഉണ്ട്. സോ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ക്രോപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഒരു ഗാർഡനിൽ ഒരു ടൊമാറ്റോ പ്ലാന്റ് മാത്രമാണുള്ളതെങ്കിൽ വി cannot consider that is a crop production. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു ക്രോപ്പ് എന്നതുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുക. ഇൻട്രസ്റ്റ്. Okay, now we are going to next topic, types of crops. Now we have an idea already about crops. അല്ലേ? നിങ്ങൾക്ക് ക്രോപ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, we are going to see different types of crops. Mainly we can categorize crops into 5. One is pulse, another one is cereal, third one is oilseed, fourth one is vegetables, and fifth one is fruits. And also we should study one or two examples for pulses. Gram, pea and black gram are the examples for pulses. And for cereals, rice, wheat, maize, these are all considered as cereals. Groundnut is considered as oilseed. Carrot, brinjal are considered as vegetables. And fruits, you know, you have so many examples for fruits anyway. Apple, banana, strawberry, all these are considered as fruits. So these are the different types of crops. Okay. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാണ്, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. നമ്മളൊരു ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. വാട്ട് ഈസ് അഗ്രികൾച്ചർ എന്ന് പഠിച്ചു, ഹൗ ഡിഡ് അഗ്രികൾച്ചർ ഇവോൾവ് എന്ന് പഠിച്ചു, വാട്ട് ഈസ് ക്രോപ്പ് പഠിച്ചു, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് പഠിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലാസ് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
എന്നെ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പഠിച്ച് റെഡിയാവുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.